ഹലോ ഗൈസ്, നമ്മളിന്ന് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു ഭാഗമാണ് ലങ് വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്നുള്ള ഭാഗം. ഓക്കെ, അപ്പം ഇയർലി ഡെഫിനിഷൻ പഠിക്കണേക്കാളും നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന സാധനമാണ് ടൈഡൽ വോളിയം. എന്താ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ നോർമലി ഇൻസ്പയർ ചെയ്യുന്ന എക്സ്പയർ ചെയ്യുന്ന വോളിയം രണ്ടും സെയിം ആണ്. അത് 500 ml അറൗണ്ട് ആണ് വരിക. ഓക്കെ, റെഡി? മനസ്സിലായില്ല എന്താണ് നോർമലി ഇൻസ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യുമ്പോൾ എടുക്കുന്ന വോളിയത്തിൻ്റെ അളവാണ് ടൈഡൽ വോളിയം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതായത് നോർമലി എടുക്കുന്നതിന് പുറമേ, അതായത് നോർമലി ഇൻസ്പിറേഷൻ 500 ml, അതിന് പുറമെ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷനിൽ എത്രത്തോളം എക്സ്ട്രാ എടുക്കാൻ പറ്റും, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എന്താടാ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം IRV. ഇനി ടൈഡൽ വോളിയം എന്താ 500 ml, അത് നോർമൽ എക്സ്പിറേഷൻ. ഇനി ഫോഴ്സ്ഫുൾ എക്സ്പിറേഷനിൽ എക്സ്ട്രാ കുറച്ചുകൂടി എയർ കളയാൻ പറ്റും അല്ലേ. ദ എമൗണ്ട് ഓഫ് എക്സ്ട്രാ എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പെൽഡ് ഔട്ട് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. അതായത് നോർമൽ എക്സ്പിറേഷന് ശേഷം ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ കാരണം മാത്രം എക്സ്ട്രാ എത്രത്തോളം എയർ പുറത്തേക്ക് കളയാൻ പറ്റും, അതാണ് എന്ത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ERV. എന്താണ് ERV? റെഡി ആണല്ലോ, ഡൗട്ടില്ലല്ലോ. ഇനി എത്രത്തോളം ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലങ്ങിനുള്ളിൽ ഒരു എമൗണ്ട് ഓഫ് എയർ ബാക്കി ഉണ്ടാവും. ഡൗട്ടില്ലല്ലോ. ഞാനൊരു ഗ്രാഫ് വെച്ചിട്ടാണ്, അതായത് ഞാനൊരു ഡയഗ്രാം, അതായത് സ്പൈറോമെട്രി വെച്ചിട്ടാണ് നിങ്ങളത് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോ, നോക്കിക്കോ. അതായത് ഇവിടെ തന്നിട്ടുള്ള ഗ്രാഫ് നിങ്ങൾ പഠിക്കണമെന്നില്ല, നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗ്രാഫാണ്. ഓക്കെ, ജസ്റ്റ് നോക്കിയടാ. അതായത് ഇവിടെ നോർമലി അല്ലേ, നോർമലി റെസ്പയർ ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന, എക്സ്പയർ ചെയ്യുന്ന ഈ വോളിയാണ് എന്ത് ടൈഡൽ വോളിയം. അതിൻ്റെ എമൗണ്ട് എന്താ 500 ml. ഞാൻ പറഞ്ഞു എന്താ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. നോർമൽ ഇൻസ്പിറേഷന് പുറമെ എക്സ്ട്രാ എത്രത്തോളം എടുക്കാൻ പറ്റും, ഈ എക്സ്ട്രാ എടുക്കാൻ പറ്റുന്ന അളവാണ് എന്ത് 2500 to 3000 ml ആണ് വരിക. അതാണ് എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. നോർമൽ എക്സ്പിറേഷന് പുറമെ ഫോഴ്സ്ഫുൾ ആയാൽ എക്സ്ട്രാ കളയാൻ പറ്റും. എക്സ്ട്രാ കളയാൻ പറ്റിയതാണ് എന്ത് ദാറ്റ് ഈസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി എത്ര കളഞ്ഞാലും ലങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വോളിയാണ് എന്ത് റെസിഡ്യുവൽ വോളിയം. ഓക്കെ, റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ് 1100 to 1200 ml ആണ്. അതുപോലെ തന്നെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ 1000 to 1100 ആണ്. ഇനി കപ്പാസിറ്റീസ് ഉണ്ട്. കപ്പാസിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോമ്പിനേഷൻ ആണ്. നമ്മൾ 4 വോളിയംസ് പഠിച്ചത് എന്തൊക്കെയാണ്? റെസിഡ്യുവൽ വോളിയം ആണ് ആദ്യം പഠിച്ചത്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, റെഡി? ശ്രദ്ധിച്ചോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. എന്താ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞ് നിൽക്കണല്ലേ, നോർമൽ ഇൻസ്പിറേഷൻ കഴിഞ്ഞു, നോർമൽ എക്സ്പിറേഷൻ. ഈ നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞാൽ ഞാൻ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ എടുത്താൽ ടോട്ടൽ എത്ര എയർ എനിക്ക് എടുക്കാൻ പറ്റും? ഒരു ടൈഡൽ വോളിയം എടുക്കാൻ പറ്റും, അതിന് പുറമെ ഒരു ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എടുക്കാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ എന്താണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി? എക്സ്ട്രാ, അതായത് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ ത്രൂ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ടോട്ടൽ വോളിയം എത്ര എടുക്കാൻ പറ്റും? ഒരു ടൈഡൽ വോളിയം എടുക്കാൻ പറ്റും, ഒരു ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എടുക്കാൻ പറ്റും. റെഡി ആണല്ലോ? അതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. എന്നാൽ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ, ഒരു നോർമൽ ഇൻസ്പിറേഷൻ കഴിഞ്ഞു, ഞാൻ മൊത്തം എക്സ്പയർ ചെയ്യാൻ പോകും. അപ്പോൾ നോർമലി ഒരു ടൈഡൽ വോളിയം എക്സ്പയർ ചെയ്യാൻ പറ്റും, പിന്നെ ഫോഴ്സ്ഡ് ആയിട്ട് ഒരു എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂടി കളയാൻ പറ്റും. അപ്പോൾ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടൈഡൽ വോളിയം പ്ലസ് എന്ത് ഒരു എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി നെക്സ്റ്റ് കാര്യമാണ് വൈറ്റൽ കപ്പാസിറ്റി. ഒരാളെ വൈറ്റൽ, ഒരു അത്ലറ്റിനൊക്കെ നമ്മൾ നോക്കുന്ന സാധനമാണ് വൈറ്റൽ കപ്പാസിറ്റി. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം എയർ എന്ത് ചെയ്തു ഫോഴ്സ്ഡ് ആയിട്ട് കളഞ്ഞു. എന്താ ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് ആയിട്ട് കളഞ്ഞു നിൽക്കുന്ന ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റ്. അതാണ് നമുക്ക് ഇനി ബാക്കി റെസിഡ്യുവൽ വോളിയം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻസ്പയർ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? ഇൻസ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഇവിടേക്കെത്തും റെസിഡ്യുവൽ വോളിയം ആണ് ഉണ്ടായിരുന്നത് ആദ്യം, പിന്നെ കുറച്ചുകൂടി എയർ എടുത്തു, പിന്നെ ഒരു നോർമൽ ഇൻസ്പിറേഷൻ, പിന്നെ ഒരു ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതായത് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന് ശേഷം ടോട്ടൽ എയർ എത്രത്തോളം എടുക്കാൻ പറ്റും? ആദ്യം ഒരു എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, പിന്നെ ടൈഡൽ വോളിയം ഉണ്ട്, അതിൻ്റെ മുകളിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട് അല്ലേ. അതാണ് നമുക്ക് വരുന്ന വൈറ്റൽ കപ്പാസിറ്റി. ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താ? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി നോക്കിയേ, ടോട്ടൽ വോളിയൂംസ് അല്ലേ, അതിലെന്തൊക്കെ വരും? റെസിഡ്യുവൽ വോളിയം വരും, ദെൻ ടൈഡൽ വോളിയം വരും, അതുപോലെ തന്നെ അതായത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി അല്ലേ, എന്താണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി? എന്നിട്ട് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി അതായത് നോർമലി നമ്മൾ ചെയ്യുന്നത് ടൈഡൽ വോളിയം ആണല്ലേ. ഇപ്പോൾ
ടൈഡൽ വോളിയം എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ലങ്ങിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? റെസിഡുവൽ വോളിയം ഉണ്ടാവും അല്ലേ? അതായത് ഇതാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. നോക്കിയേ, നോർമൽ എക്സ്പിറേഷന് ശേഷം ബാക്കി ലങ്ങിലുള്ള എയർ ആണെന്ത്? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് സ്പൈറോമെട്രിക് ഡയഗ്രാം ഞാൻ എന്ത് ചെയ്തത്? പ്രസന്റ് ചെയ്തത്. ഓക്കെ.